വി.എസ്. അച്യുതാനന്ദന് പത്മവിഭൂഷൺ. വെള്ളാപ്പള്ളി നടേശനും നടൻ മമ്മൂട്ടിക്കും പത്മഭൂഷൺ. റിട്ടയർഡ് ജസ്റ്റിസ് കെ.ടി. തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി. നാരായൺജി എന്നിവർക്ക് പത്മവിഭൂഷൺ. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പത്മപ്രഭയിൽ മലയാളി തിളക്കം ഒട്ടേറെയുണ്ട്. മറ്റ് വിശദാംശങ്ങൾ. KP 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. KP ചൂണ്ടിക്കാട്ടിയതുപോലെ പത്മ പുരസ്കാരത്തിൽ മലയാളി തിളക്കം ഏറെയാണ്. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന, കേരളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് പത്മ പുരസ്കാരത്തിൽ ഉണ്ടായിട്ടുള്ളത്. നിരവധി മലയാളികൾ പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീക്കും അർഹരായി. രാജ്യത്ത്, നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ ആകെ 5 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 3 പേരും മലയാളികളാണ്. സാഹിത്യം, വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്ക് ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപർ പി. നാരായൺജിക്ക് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയാണ്. കൂടാതെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ നൽകുന്നത്. സുപ്രീംകോടതി മുൻ ജഡ്ജി കെ.ടി. തോമസ് ആണ് പത്മവിഭൂഷൺ നേടിയ മറ്റൊരു മലയാളി. കൂടാതെ മറ്റു 2 പേർക്ക് കൂടിയും പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് ധർമ്മേന്ദ്ര സിംഗ്, കൂടാതെ ഉത്തർപ്രദേശിൽ നിന്ന് N. രാജം എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. പത്മഭൂഷൺ ലഭിച്ചതിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമാ താരം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചു. കൂടാതെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരം തേടിയെത്തിയിരിക്കുകയാണ്. 13 പേർക്കാണ് പത്മഭൂഷൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 113 പേർക്ക് പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലും നമുക്ക് മലയാളി തിളക്കം കാണാൻ സാധിക്കും. A.E. മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൂടാതെ G. ദേവകി അമ്മ എന്നിവർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. ടീം ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, കൂടാതെ വനിതാ ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ തുടങ്ങിയവർക്കും പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ വേളയിൽ നിൽക്കുമ്പോഴാണ് പത്മശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ വിഭാഗങ്ങളിൽ മലയാളി തിളക്കമേറെയാണ്. KP ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ.